ഒരു സ്ഥലത്തിൽ ഇങ്ങനെയുള്ളവരത് കാണൂല. പക്ഷെ മദ്യപിക്കണമെന്നുള്ള ഇവർക്ക് തോന്നൂല, തോന്നത്തില്ല. പക്ഷെ മദ്യപിക്കണമെന്നോ അതാ മിലിറ്ററിയിലാണ്. ഫോട്ടോ ഉണ്ട്. ഫോട്ടോകളൊക്കെ നമ്മൾ മേടിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം അതിനു മുമ്പൊക്കെ പക്ക കുടിക്കാരനായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ദിവസം 2 ബോട്ടിൽ 3 ബോട്ടിലൊക്കെ ആവുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ കുടിക്കായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് 3.5 കൊല്ലമായി. ഇതുവരെയും തൊട്ടിട്ട് പോലെയില്ല. ഒരു മീനോ ഒരു മീൻ, ഇറച്ചി, മുട്ട ഇതൊന്നും കഴിക്കത്തില്ല. തമ്പാക്ക്, സിഗരറ്റ്, ബീഡി ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നവർ ഇവിടെ വന്നാൽ തന്നെ മാറും. പക്ഷെ ആ യൂസ് ചെയ്യണമെന്നുള്ളവർ തോന്നുന്നത് വരില്ല ഇവിടെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഗ്രാമം മൊത്തം ഒന്ന് ചുറ്റി കാണുന്ന ഒരു ആഗ്രഹം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലാംഗ്വേജ് ആൾക്കാരുണ്ട്, തമിഴന്മാരുണ്ട്, അല്ലെങ്കിൽ ഹിന്ദിക്കാരുണ്ട്. പക്ഷെ നമുക്ക് മലയാളീസിന് കുറച്ചും കൂടെ മലയാളികൾക്കുറിച്ച് പറയണമെങ്കിൽ ഇവർ തന്നെ വേണം. അപ്പൊ നമുക്ക് മലയാളീസിനെ കൂട്ടിക്കൊണ്ട് ഈ ഗ്രാമം മുഴുവൻ ഒന്ന് ചുറ്റി കാണും. രസമായിരിക്കും കേട്ടോ. വേറെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മറ്റൊന്നുമല്ല, കണ്ടോ ഈ സാധനം, ഈ തലയെക്കെട്ട്. നമ്മൾ ആകപ്പാടെ കണ്ടേക്കുന്നത് ഇന്ത്യക്ക് ഓഫീസിൽ കൂടെ ആൾക്കാരുണ്ട്, സ്റ്റാഫുകൾ, അവരുടെ തലയിലുള്ള ആ കെട്ടാണ്. പക്ഷെ ഇവിടെ എല്ലാവരും തിരിച്ചറിയുള്ള മാർഗ്ഗം ഇതാണ് അല്ലേ? ഇതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. ഈ പുറത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇതന്നെ കൊണ്ടുപോകും തന്നെ. ഇതിന് വന്നിട്ട് നമുക്ക് ഇപ്പൊ ജീവ ഔട്ട് ആയിട്ടുണ്ട്. അതായത് ഈ തലക്കെട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ ഉണ്ട്. അതായത് 2 സ്റ്റേറ്റിൽ തന്നെ ഇതുണ്ട്. ഒന്ന് വന്നിട്ട് ഈ മെയ്വളി ചാലയ്ക്ക് വരുന്നവർക്ക് ഈ തലക്കെട്ട്, പിന്നെ ഒന്നത് പഞ്ചാബി ഈ തലക്കെട്ട്. ഈ 2 പേർക്കും ഈ തലക്കെട്ട് ഇരുന്നാൽ പോലീസ് ഒന്നും പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ മിലിറ്ററിക്കാരനാണ് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന വേറെ പേഴ്സണൽ കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഈ തലക്കെട്ട് ഉണ്ടാവും. മിലിറ്ററിയിൽ ഇരിക്കുന്ന സമയത്ത് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇത് തന്നെ നമ്മൾ ഐഡന്റിഫൈ എവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇപ്പൊ കൈ കൊടുത്ത് ഇതാവുന്നില്ല, വിഷയം വേറെ ഒരു ഇതാണ് ഐഡന്റിഫൈ. ഇവരുടെ വെള്ള ശുഭ്ര വസ്ത്രധാരികളാണ്. ഒരുപാട് പ്രത്യേകം ഏറ്റവും കൂടുതൽ സംഭവിച്ചത് ഇവർ വെജിറ്റേറിയൻസ് ആണ്. ഈ പറയുന്ന വേറെ നോൺ സാധനം ഇവിടെ അടുപ്പിക്കത്തേയില്ല അല്ലേ? വെജിറ്റേറിയനൊക്കെ ആണെങ്കിൽ ഇവർ മണത്ത് കണ്ടുപിടിച്ച് പുറത്താക്കും. അത്രത്തോളം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈ ഗ്രാമത്തിൽ. കണ്ടില്ലേ, ഇത് കണ്ടല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഓല വെച്ച് മേഞ്ഞേക്ക് പോലെ എല്ലാ വീടും ഇങ്ങനെ തന്നെ അല്ലേ? ഓല വെച്ച് മേഞ്ഞേക്കുക എല്ലാ വീടും, ഇതിനകത്തിരിക്കുന്ന എല്ലാ വീടും ഇങ്ങനെ തന്നെ. പക്ഷെ ഇതിന്റെ ലൈഫ് 15 കൊല്ലം, 15 to 20 കൊല്ലമാണ് ഓരോ വീട്ടിന്റെ ഈ ഓലക്കെട്ട്. 15 കൊല്ലം ഉണ്ട്. 15ന്റെ മുകളിലാണ്, 15+ ആണ് ഈ വീട്ടിൽ. നമ്മുടെ അവിടെ 2 വർഷത്തിൽ കൂടി നിൽക്കത്തില്ല. നമ്മളെ വീട്ടിലൊക്കെ വയ്ക്കുന്ന സമയത്ത് എന്തെന്ന് വെച്ചാൽ ഈ ഓല പെട്ടെന്ന് തന്നെ നശിപ്പിച്ച് പോകും. പക്ഷെ ഇങ്ങനെ ഇവർ ഇത്രയും ആ വെറൈറ്റിയിലാണ് ഇത് കെട്ടിയിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഓലന്റെ മുകളിൽ ഓല വെച്ചാണ് അടിച്ചിരിക്കുന്നത്. അത്രയും ബലമുണ്ടല്ലേ? പക്ഷെ ഇവിടെ വന്നിട്ട് ഈ ചുവർ വന്നിട്ട് 3 അടി ഹൈറ്റ് ഉള്ള ചുവരാണ്. 3 അടി ഹൈറ്റ്. അതിന്റെ മുകളിൽ വന്നിട്ട് കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട്, അതായത് ഒരു വീട് കെട്ടുന്നത് നമ്മളെ ഇപ്പൊ ഒരു അമ്പലം കെട്ടുന്ന പോലുള്ള ഓലയാണ്. ഒന്നും വേണ്ട. അപ്പൊ ഇവിടുത്തെ കൂടുതൽ ആൾക്കാരുടെ ജോലിയൊക്കെ എന്തൊക്കെയായിരിക്കും? ഇവിടുത്തെ ഉള്ള ആൾക്കാർ വന്നിട്ട് അവരവർക്ക് എന്ത് ആവശ്യമോ നല്ല എംപ്ലോയീസ് ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവരുണ്ട്, പക്ഷെ നല്ല ഹൈ സ്റ്റഡീസിലുള്ളവരുണ്ട്. അതല്ല ചേട്ടാ ചോദിക്കുന്നത്, കുറച്ച് സാമ്പത്തികമുള്ള കുറെ ആർഭാടമായിട്ട് ജീവിക്കണമായിരിക്കട്ടെ. അപ്പൊ അവൻ ഈ ഇതിനകത്ത് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ആരും ആലോചിക്കത്തില്ല. അതുപോലെ നമ്മളിപ്പോ നടക്കുന്നു ഇവിടെ തുപ്പാൻ പാടില്ല. തുപ്പാൻ പാടില്ല. അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ട്. തൊട്ട് വണങ്ങുന്ന ഭൂമിയാണ് കുത്തിക്കൂടെ. ഇത് തൊട്ട് വണങ്ങുന്ന അങ്ങ് ആ സൈഡിലോട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ പോകാൻ തോന്നാത്ത അത്രയും ഒരു പ്രകൃതിയെ അനുഗ്രഹിച്ച ഒരു സ്ഥലം ഇതല്ലേ? അതെ. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വഴക്കും പ്രശ്നങ്ങളും ഒന്നുമില്ല, അടിയൊന്നുമില്ല, ഒന്നുമില്ല. വഴക്കും പ്രശ്നങ്ങളും ഒന്നുമില്ല. ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിക്ക് എല്ലാവരും മതത്തിലുള്ള എല്ലാവരും ഒന്നിച്ചു കൂടും. ഒന്നിച്ചുകൂടിയിട്ട് ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന കളക്ടർ ആയിരിക്കും, ഞാൻ നിൽക്കുന്ന ഈ കൂലിപ്പണിക്കാരനായിരിക്കും, ഞങ്ങൾ ഒരുമിച്ചായി നിൽക്കുന്നത്. ഫ്രണ്ടിലോ ബാക്കിലോ നിൽക്കാൻ പാടില്ല. അദ്ദേഹത്തിന് അങ്ങനെയുള്ളവർ എവിടെയാന്ന് വെച്ചോ ആ രീതിയിൽ തന്നെ നിൽക്കണമെന്നാ. അല്ല, ഇതിനകത്തെ മനുഷ്യന്മാരില്ലേ, അവർക്ക് അത്യാവശ്യം നോണൊക്കെ കഴിക്കണം ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യും? അന്നേരം അങ്ങനെ കഴിക്കേണ്ട ആകുമ്പോൾ സ്വന്തമായിട്ട് വിരലെടുത്ത് ഇങ്ങനെ അല്ലാതെ നോൺ കഴിക്കുന്നവർ, കാരണം നമുക്ക് വേണ്ട. ഇതൊക്കെ എത്ര വർഷം പഴക്കമുണ്ട്? ഇത് 8 വർഷമായിട്ടുണ്ട്. 8 വർഷമായിട്ടുള്ള പഴക്കമുള്ള വീട്. ഇവിടെയാണ് താമസമൊക്കെ? ഇവിടെ താമസം. എപ്പോഴെങ്കിലും കറണ്ട് കിടക്കണ ഫാൻ വേണമെന്നും ചിന്ത വരത്തേയില്ല? ഇല്ല, ചിന്തിച്ചിട്ടില്ല. ഇല്ല. ഹാപ്പിയാണോ? ടൗണിൽ പഠിച്ച ആളാണ്. അതെ. അതായത് നമ്മുടെ ഈ തമിഴ്നാട് ക്ലൈമറ്റിന് ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇത് ചെയ്തേക്കുന്നത്. കൂര, അതുപോലെ തന്നെ തണുപ്പ് സമയം, വെയിൽ സമയത്ത് രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് സുഖം നിങ്ങളുടെ ജീവിതം. പിന്നെ ഇങ്ങനെയൊക്കെ ഈ വന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഭയങ്കര അറിവാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമുക്ക് കറണ്ട് ചാർജ് വേണ്ട, ചെലവ് ബാറ്ററി വേണ്ട, അത് വേണ്ട. 8 വർഷം വരെ സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കും. അടിപൊളി കേട്ടോ. ദേവു, ഞാൻ എന്ത് കാണുന്നേ? സ്വർഗം, ഭൂമിയിലെ സ്വർഗം. ഞങ്ങൾക്ക് വിഷമങ്ങളില്ല, അസൂയ തോന്നുന്നു. ഇത് കണ്ട അവർ ഉപയോഗിക്കുന്ന ആ ഒരു വെളിച്ചം കയറാൻ വേണ്ടി കാണിക്കുന്ന ഒരു പ്രാകൃതമായിട്ടുള്ള സംഭവമാണ്. ചെറിയൊരു ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് മുകളിലോട്ടൊക്കെ ഫുള്ള് ഓല മേഞ്ഞ് ഇവിടെയാണ് ദീപ് കിടക്കുന്ന എനിക്ക് അത്ഭുതം തോന്നുന്നു. ഈ അടുപ്പിലൊക്കെ കത്തിക്കുന്നു ഇപ്പോഴും അല്ലേ? ഇവർ ഉപയോഗിക്കുന്ന അടുപ്പ് കണ്ട
പഴയ നമ്മുടെ അമ്മൂമാരൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു അടുപ്പിൽ തന്നെയാണ് ഇപ്പോഴും വിറവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. എല്ലാ വീടിന്റെ സെറ്റപ്പ് ഇത് എല്ലാം ഇത് തന്നെ. ഇതൊരു ഉദാഹരണമായിട്ട് കാണിക്കുന്നത് അതെ അതെ. ഇതാണ് മണ്ണെണ്ണയൊക്കെ ഇപ്പോഴും ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്ന പ്രാകൃതമായിട്ടുള്ള സംഭവം. ശരിക്കും പറഞ്ഞാല് ചിലർ ഇത് പുച്ഛിക്കും, അയ്യോ ഇപ്പോഴും ഈ വന്ന കാലത്ത് ഇത് കോപ്രായം കാണിക്കണമെന്ന് പറയുന്നവർക്ക് എന്താ മറുപടി കൊടുക്കേണ്ടത്? നമുക്ക് സത്യം പറഞ്ഞ ഇതിനകത്തൂടെ ആര് ശാരീരികമായിട്ട് അസുഖങ്ങളും ഇല്ലാതെ വരും. നിങ്ങൾക്കൊന്നും ഒരു അസുഖം ഇല്ലല്ലേ? ഇല്ല, കാരണം വെച്ചാൽ ഇരുന്ന് എഴുന്നേക്കുക, എക്സസൈസ് അടിക്കുക, നമ്മള് ഒന്നും മറ്റേ നിന്നുള്ള ഒരു ഇത് നല്ല എക്സസൈസ് അല്ലേ. അതെ, നമുക്ക് എന്തായാലും വെളിയിലോട്ട് ഇറങ്ങാം. അപ്പൊ ആര് ഇതൊക്കെ കണ്ടല്ലോ, നമ്മൾ സിറ്റ് ഔട്ടിന്റെ കൂട്ടൊക്കെ പണിഞ്ഞ് ഭയങ്കര രീതിയിലൊക്കെയാണ് ഒരു ആർച്ച് പോലെയൊക്കെയാണ് പണിഞ്ഞേക്കുന്നത്. ഈ കാണുന്നത് എന്ത്? കുളിമുറിയാ? അല്ലല്ല, ഇത് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് ലേഡീസ് ഒക്കെ ഉണ്ടായത് അവർക്ക് കുളിക്കാൻ വേണ്ടി മാത്രം. നിങ്ങളുടെ ബാത്റൂം കുളിമുറിയൊക്കെ എവിടെയായിരിക്കും? എല്ലാം കുളിക്കുന്നത് ഇവിടെ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ വെളിയിൽ ഇതിനു വേണ്ടി തനിയെ പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ എന്നുള്ള രീതിയിൽ പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അത് വെളിയിൽ നമുക്ക് രാത്രിയായാലും പകലായാലും ധൈര്യമായിട്ട് ഒരു കള്ളനെ പിടിക്കൊണ്ടും വേണ്ട, ധൈര്യമായിട്ട് വെളിയിൽ പോയി ഇതെല്ലാം കഴിച്ച് പെണ്ണുങ്ങൾ ഉൾപ്പെടെ വരും. ഇവിടെ അങ്ങനെ മോഷണോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതുപോലും പൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളുടെ വീടിനകത്തുള്ള ചെറിയ ആഹാര രീതിയാ. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ചാലയിലുള്ള ഒരു ആഹാര രീതിയാ. ഇനി നിങ്ങൾ മറ്റൊരു കാഴ്ച കാണുമ്പോൾ ഇവിടെ ഇവർക്ക് നോണില്ല, ഫുള്ള് വെജിറ്റബിളിനകത്തുള്ള കളിയാ. നോക്കിയോ, ഇപ്പൊ ഇവർ കഴിക്കുന്ന സമയമല്ലേ അല്ലേ? കറക്റ്റ് ടൈമിലാണ് വന്നേക്കുന്നത്. മലയാളം തിരിയോ അമ്മ? പഞ്ചമം തിരിയോ? ഇന്ത സാമ്പാർ, ഇതെന്തത്? രസം, ഫിഷ്, അങ്ങനെയുള്ള മീറ്റ് ഒന്നും ഇഷ്ടമല്ലേ? ഇത് കൂട്ടിട്ടേ ഇല്ല. എത്ര വയസ്സ് വരെ നിർത്തി ഫുള്ളായിട്ട്? എല്ലാവരും എന്റെ ദൈവം ഇത് കണ്ട, ഇവിടെ ആഹാരം കണ്ട, നല്ല സാമ്പാറ്, നല്ല രസം, ഇതണ്ട തോരൻ, വെറും ഇതെന്ത് തോരനുണ്ട്, എല്ലാം വാഴയ്ക്ക, എല്ലാം ഫുള്ള് ഇത് തന്നെ കേട്ടോ. ഇത് പരിപ്പ്, എല്ലാം വെജിറ്റബിൾ കൊണ്ടൊരു കളിയാണിത്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്നത് കാര്യം. ഇവർക്കൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു മുട്ട കഴിക്കണമെന്നോ ഒരു മത്സ്യം കഴിക്കണമെന്നൊക്കെ ആഹാരം ഒരിക്കൽ പോലും വന്നിട്ടില്ലേ? മുട്ട ഒന്നും കഴിച്ചിട്ടേ ഇല്ല, എഗ് ഒന്നും. എനിക്ക് അമ്മേ ചോദിക്കട്ടെ, തൊടത്തില്ലേ അമ്മേ? വെളിയിലൊക്കെ പോകുമ്പോഴേ, പുറത്തേക്ക് പുറം ലോകത്ത് പോകുമ്പോ എന്ത് സാപ്പിടത്തില്ലേ? പാലും ഇല്ല. എന്റെ ദൈവമേ, അപ്പൊ അതൊന്നുമില്ല, ഒറ്റ അങ്ങ് ജീവിക്കുക. ഇവര് ഇത് കണ്ടോ, ഇത് വേറൊരു വീട്ടിലെ കിച്ചണാണ്. ഇതുണ്ട്, ഇവരൊക്കെ ഇപ്പോഴും ഈ വിറവൊക്കെ ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്റെ പഴയ സംഭവം ഉണ്ടോ, ആ വിളക്ക് കണ്ടോ? അവരാ വിളക്ക് പ്രാകൃതമായിട്ട് മനുഷ്യൻ എങ്ങനെ ജീവിക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. ഇത് വെച്ച് ഒരു കത്തിക്കുന്നത്. ഗ്യാസ് ഒന്നും ഇല്ല കേട്ടോ, ഗ്യാസ് സിലിണ്ടർ ഒന്നും ഇല്ലാണ്ട് ഇത് വെറും മണ്ണെണ്ണ ഇത് വെച്ചാൽ ഉപയോഗിക്കുന്നത്. ഒന്നോർത്ത കാര്യം ഇവരുടെ കാര്യം നമുക്ക് കഷ്ടം തോന്നും കേട്ടോ. സത്യം പറഞ്ഞു, നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും, ഇവരൊക്കെ ഇങ്ങനെ ജീവിക്കുന്നല്ലോ എന്നാണ്ട്. ഇവര് ഡൈനിങ് ടേബിൾ പോലെ തറയിലായിരിക്കുന്നത് അല്ലേ? അതെ, ടേബിൾ പോലും ടേബിൾ ഒന്നുമില്ല, കസേര ഇട്ടുകൂടാ, കട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല, ചെയറൊന്നും ഉപയോഗിച്ചുകൂടാ. എല്ലാം അതായത് എളിമയായ ജീവിതം, അതുകൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് ഇതൊരു വീട് നമ്മൾ എടുത്തെങ്കിലും എല്ലാ വീട്ടിലും തന്നെയാണ് സംഭവം. എല്ലാ ഈ കാണുന്ന ഈ 5049 ശിഷ്യന്മാരുണ്ടായിരുന്നു ദൈവത്തിന്. അതായത് യേശു പരമാത്മാന് 12 പേര്, അതുപോലെ ഇവിടെ ഇത്രയും ഇത് തന്നെ. ഇതിലും കുറച്ചും കൂടെ ഇതായിട്ടായിരിക്കും ചില വിടുതി ചെന്നാൽ കാണാൻ പറ്റുന്നത്. അമ്മ ഹാപ്പി ആണേ? സന്തോഷമാണോ? എന്തെങ്കിലും ദുഃഖമുണ്ടോ, വിഷമമുണ്ടോ? കഷ്ടം എല്ലാവരുടെ മുഖത്ത് സന്തോഷമാണ്. ഈ സാധനം കണ്ടോ നിങ്ങള്? ഇതിലൊക്കെയാണ് ഇത്രയും ആധുനിക യുഗം. ഇപ്പൊ 21-ാം നൂറ്റാണ്ട് കഴിയാൻ പോകും. എന്നിട്ട് പോലും ഇതിനകത്താണ് ചെയ്തു തരുന്നത്. ഈ അമ്മയൊക്കെ ഇങ്ങനെ ഇരുന്ന് താട്ടുമ്പോ തന്നെ അവർക്ക് വിഷമം വരത്തില്ല? ഇല്ലല്ല, ഇത് അവർക്ക് ആരോഗ്യം. അമ്മ നിൽക്കുന്നുണ്ട്. ഇന്ന് അമ്മയുടെ വയസ്സ് വെച്ചു. അമ്മയുടെ വയസ്സ് എത്രയുണ്ട്? 80 ഉണ്ടോ? എന്നാലും ഇവരൊക്കെ ഇത്ര ആരോഗ്യം കണ്ടോ? പയറ് പോലെ ഇരുന്നിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഭയങ്കര സംഭവമാണ്. കണ്ട് വെറും പാവിരിച്ചൊക്കെ കിടക്കുന്നത്. ഇത്രയും മനുഷ്യൻ സുഖം ഉണ്ടായിട്ട് പോലേ എന്തിനു വേണ്ടി മനുഷ്യൻ ഓടുക കിടന്നു അല്ലേ? അതെ അതെ അതെ. ദൈവം, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ കറണ്ട് ഉപയോഗിച്ചു ശീലമുള്ള ആൾക്കാരുണ്ട്, കുട്ടികളായാലും എന്തായാലും അവർക്ക് പഠിക്കാനെങ്കിലും ഒരു കറണ്ട് ആവശ്യതയില്ല. അവരെന്താ ചെയ്യുന്നത്? പുറത്തുനിന്ന് ഇവിടെ വന്ന് പഠിക്കാൻ കറണ്ടിന്, കാരണം ഇവിടെ ഉള്ള പിള്ളേര് ഈ മണ്ണെണ്ണയിൽ തന്നെ വളർന്നു. ഞാനൊക്കെ ഈ പ്രായം തൊട്ട് മണ്ണെണ്ണയിൽ തന്നെ പഠിച്ച് ഇവിടെ വന്നേ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ മണ്ണെണ്ണ കിട്ടാതായി, കാരണം റേഷൻ കാർഡിൽ മണ്ണെണ്ണ ഇല്ല എന്നുള്ളൊരു സ്റ്റേജ് ആയതിനു ശേഷം പിള്ളേർക്ക് പഠിക്കാനും, അതായത് എല്ലാം വയസ്സായി, എല്ലാവരും വയസ്സായി.
പാകിസ്ഥാന് ശേഷം അവർക്കും വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിൽ സോളാർ ഒരു അതാണ് ആ മേളിൽ കാണുന്നത് അതാണ് ആ ചെറിയ വീടിന്റെ മുകളിലൊക്കെ സാധനം കണ്ടോ വെച്ചേക്കുന്നത്. സോളാർ വെച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ആ എങ്കിലും കറണ്ടിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നേ ഇല്ല. കറണ്ട് വേണ്ട, കാരണം വേറൊന്നുമല്ല, രണ്ട് കമ്പിന്റെ പുറത്താണ്. മനസ്സിലായി. അതെ അതെ, എല്ലാ വീട്ടിലും ഉണ്ടല്ലേ. ചെറിയ രീതിയിൽ അവർ സോളാർ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അത് എല്ലാ വീട്ടിലും ഉണ്ട്. ആ കുഞ്ഞുങ്ങളെ പഠിത്തത്തിന് ഇതിനകത്ത് സേഫ്റ്റിയും കൂടെ ഉണ്ട്. എന്തെങ്കിലും ഒരു ഷോർട്ട് ആയിക്കൊണ്ട് ഓലയല്ലേ, മൊത്തം കത്തും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കറണ്ട് മൊത്തം ഗ്യാസ് അത് ഒന്നും ഇതിനകത്തില്ല. എനിക്കൊന്നും പറയാനില്ല ദീപു, സത്യം പറഞ്ഞാലേ ഈ ഒരു ഗ്രാമം ശരിക്കും എല്ലാവർക്കും പഠിക്കേണ്ട ഒരു പാഠമാണല്ലേ. അപ്പൊ ഇത് ഇവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ട്. ഇവർ അടക്കം എങ്ങനെയായിരിക്കും ഇവിടെ കൊണ്ട് അടക്കുന്നത്? അതിനുവേണ്ടി നമ്മുടെ വെളിയിൽ അടക്കത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടാണ് ഇവിടെ എല്ലാരും കൊണ്ടുവന്ന് എല്ലാം ഒരേ ആചാരമായിരിക്കും. ഒരേ ആചാരം. പള്ളിയിൽ അച്ഛൻ വന്ന് ചെയ്യുക അങ്ങനൊന്നും ഇല്ല. അങ്ങനെ ഇവിടുന്ന് ആദ്യം കണ്ടില്ലായിരുന്നു, ചുമന്ന ഫുൾ കാഷായ ഡ്രസ്സിൽ അവരെ പോലുള്ളവർ വന്ന് അടക്കം ചെയ്യും. അവിടുന്ന് തീർത്ഥം കൊണ്ടുവന്ന് മൺമറ. നമുക്ക് ഓരോ ഹിന്ദുക്കൾക്ക് മുസ്ലിംസും ഉള്ളതുപോലെ എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത് ഒരു ബ്രാഹ്മണ ഇതാ. അവര് കല്യാണം അവരെ ആങ്ങളെ കഴിഞ്ഞേക്കുന്നത് മുസ്ലിമാണ്. ഇനി ഇത് കണ്ടോ നിങ്ങൾ, ഇതാണ് ഇവരുടെ സ്വർഗ്ഗലോകം എന്ന് പറയുന്നത്. അടിപൊളി വേപ്പ് മരങ്ങള്, ഒരുപാട് നല്ല കാറ്റ് കിട്ടുന്ന ആൽമരങ്ങളൊക്കെ നിറഞ്ഞ ഒരു കൊച്ചു സ്വർഗ്ഗലോകം. ഇവിടെയാണ് ഇവർ തമ്പടിക്കുന്നത് കേട്ടോ. ഇവരുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പങ്കിടുന്ന ഏരിയയാണ് ഇവിടെ ഇരിക്കുന്നുണ്ടോ. വലിയ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുറ്റും ആളിരിക്കും. ഇവിടെ നിന്ന് എന്ത് രസമല്ലേ. ഇവിടെ നമുക്ക് പോകാനേ തോന്നുന്നത് പ്രത്യേക തരം ഒരു ഉന്മേഷം. അതെ, ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവൻ ഒരു ഉത്സവം നടക്കുകയാണ് ഇവിടെ കൂടിയേക്കും അല്ലേ. ഇത് ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ വരത്തില്ല നിങ്ങളുടെ ഗ്രാമം കാണാൻ വേണ്ടി. പിന്നെ ഒരുപാട് വിദേശികളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് അല്ലേ. അവർക്കെല്ലാം ഒരു പുതിയൊരു കൗതുകമായിരിക്കും അല്ലേ നിങ്ങളെ പരിചയപ്പെടാൻ. കൗതുകം കൊണ്ട് അവരങ്ങ് പോവാ. പക്ഷെ ആരും അങ്ങോട്ട് അത് വേണമെന്ന് ചിന്തിച്ചിരിക്കുന്നില്ല. നമ്മൾ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഉത്സവം നടക്കാൻ പോവുകയാണ്. ഏത് സമയത്ത് ഇപ്പോൾ ശബ്ദം റെക്കോർഡ് ഇടും, അതിനൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് കണ്ട, ഇതാണ് ഇവരുടെ ആത്മീയ ഗുരു സമാധിയായിട്ടുള്ള സ്ഥലം. ഇവിടെ എല്ലാ മതങ്ങൾക്കും അവിടെ പ്രവേശനമുണ്ട്. പക്ഷെ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവരകത്തോട്ട് കിടത്തതില്ല. സാധാരണയായിട്ട് ഈ ഒരു വേഷം ധരിച്ചു വേണം അവർ അകത്തേക്ക് കിടത്താൻ വേണ്ടി. അതുകൊണ്ട് നമുക്ക് ഇവിടെ വരെ അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. അവിടെയാണ് നിങ്ങളുടെ ഈ പറയുന്ന ആത്മീയ ഗുരുവിനെ സമാധിയാക്കിയിട്ടുള്ളത്. തീർച്ചയായും. അതായത് ശ്രീനാരായണ ഗുരു, ശബരിമല ശാസ്താവ്, നമ്മുടെ നബികൾ നായക മൺമറൈവ് ചെയ്ത സ്ഥലം. അതുപോലെ കടേസി അവതാരമായ കൽക്കി മഹതി என்றும் മൂക്കൊക്കെ വിളിയെ മൂച്ചോടാതെ തവമുടയ മൂന്നുറക്കമറ്റ മീവിഴിച്ചാലയാണ്ടവരുടെ തിരുമേനി മൺമറൈവ് ചെയ്തേക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് അകത്തേക്ക് പ്രവേശനം ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഔട്ടറിലൂടെ സഞ്ചരിക്കാം. ഇതൊക്കെ എന്താ, ഈ ഭാഗങ്ങളൊക്കെ എന്താ കാണുന്നത്? ഇത് നമ്മുടെ ആലയത്തിലുള്ള ഓഫീസാണ്. ഇത് ആലയത്തിന്റെ നിർവാഹം കമ്മിറ്റി എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഓഫീസ്, ഓരോ പ്രശ്ന പരിഹാരത്തിന്റെ സ്ഥലങ്ങൾ. അതുപോലെ ഇത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഉള്ള സ്ഥലമല്ലേ ഇല്ലേ. അപ്പം അതിനുള്ള റൂൾസ്, ഫയൽസ് എല്ലാം വെച്ച സ്ഥലം. ഇവിടെ ഇതാണ് നിങ്ങളുടെ മെയിൻ ഓഫീസ്. കമ്മിറ്റി, കല്യാണത്തിന്റെ ഇതെല്ലാം വെക്കുന്ന ഓഫീസാണ്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ദൈവം ഇരുന്ന വീട്, ആണ്ടവങ്ങൾ കുടിയിരുന്ന വീട്, തവം ഇരുന്ന വീട്. അതെന്റെ ഉദ്ദേശം അതെന്താ ഉദ്ദേശിക്കുന്നത്? ദൈവം തിരുമേനിയിൽ നടമാടും കാലത്ത്, അതായത് ഇരുന്ന സമയത്ത് അതങ്ങോട്ട് കയറാൻ പറ്റുമോ? വെളിയിൽ നിന്ന് കാണാം. അപ്പൊ ഇവരുടെ ദൈവം ജീവിച്ചിരുന്നപ്പോ കുടികൊണ്ട വീടെന്നാണ് പറയുന്നത് അല്ലേ? അതെ. ആ ദൈവത്തിന്റെ പേരെന്ന് പറഞ്ഞേ മെയ്വഴി ചാലയാണ്ടവർക്ക്. മെയ്വഴിച്ചാലെ. എല്ലാവർക്കും ഒരു ദൈവം ഉണ്ടല്ലോ. ഇവരുടെ കാണപ്പെട്ട ദൈവം മൺമറഞ്ഞു പോയ, ശരീരത്തോടു കൂടി തന്നെ ഭൂമിയിലേക്ക് ആണ്ടുപോയ സ്ഥലമാണ് അല്ലേ, മൺമറഞ്ഞു പോയ സ്ഥലം. അതെ അതെ. അതായത് ദൈവം പെരുന്തവത്തിൽ ഇരിക്കുന്ന ഇത് ചന്ദനം ഒന്നേ ഞങ്ങൾ പറയത്തുള്ളൂ, മണ്ണെന്ന് പോലും പറയത്തില്ല. ഇത് ചന്ദനം എന്ന് പറയുന്നത് ഇത് അതേ ആലയ ചന്ദനം, കാരണം തൊട്ട് കുമ്പിടുന്ന. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ തിരുമേനി പെരുന്തവത്തിലിരിക്കുന്ന ചന്ദനം ആണ് അകത്ത്. അതാണ് ആ കാണുന്നത് അകത്ത്. അപ്പൊ അകത്തോട്ട് നമ്മളത് ക്യാമറ യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാ ഇങ്ങനെ പറയാം. ശരിക്കും പറഞ്ഞാൽ 1-2 എപ്പിസോഡിൽ നിൽക്കുന്നതല്ല ഇവരുടെ ജീവിതം. ഒരുപാട് ജീവിതങ്ങളുണ്ടെന്ന് നമുക്ക് അതിന്റെ എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. അത്രയും ഉണ്ട് കാഴ്ചകൾ. ഇവിടെ അടക്കിയ സ്ഥലമുണ്ട്. ഇവരുടെ വിശ്വാസത്തിന്റെ കൂടുതൽ അറിവുകളൊക്കെ നമുക്ക് പറയാനുണ്ട്. എന്തായാലും ദീപു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചുരുക്കി കൊടുക്കേണ്ട അവസ്ഥ വന്നു. ക്ഷമിക്കുക, നിങ്ങൾ ഒരുപാട് ജീവിതം നമുക്ക് പറയേണ്ട കാര്യമുണ്ട്. തീർച്ചയായും അല്ലേ? സമയത്ത് നമുക്ക് കൂടുതൽ ഉപയോഗപ്പെടുത്താം. തീർച്ചയായും. ഇനി വേറെ വിഷമമുണ്ട്. ഈ ഒരു കൊച്ചു സ്വർഗത്തിൽ നിന്ന് വിട്ടുപോകാൻ ഭയങ്കര വിഷമമുണ്ട്. തീർച്ചയായും അങ്ങനെ പോകണ്ട, നിങ്ങൾ വരണം. വന്നതാ ഇതേപോലെ ഇതിലെന്താണെന്നുള്ളത് അറിയാൻ നിങ്ങൾ ഒന്ന് ശ്രമിക്കണമെന്നാണ് ഞങ്ങളുടെ സത്യം. മനസ്സ് തുറന്നു പറയട്ടെ, ഇതൊരു സ്വർഗം തന്നെയാണ്. കള്ളവുമില്ല, ചതിയുമില്ല. നമ്മുടെ മാവേലി പറഞ്ഞ പോലെ, മാവേലിയുടെ നാട് പോലെയുള്ളൊരു സ്വർഗ്ഗമാണ്. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വരിക. വളരെ സങ്കടത്തോടു കൂടി തന്നെ ഈ മെയ്വഴിച്ചാലി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ നിന്നും വിട ചൊല്ലുകയാണ്. ഇനി മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ എത്തും. അതുവരേക്കും ദീപു എല്ലാവരും സ്റ്റാർട്ട് കൊടുത്തേ.